ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മിനി ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിൻ്റെ മേലെ അരിപ്പ് വെക്കണം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര എടുത്ത് 1 ടേബിൾ സ്പൂണും കൂടെ കൂട്ടി മിക്സിയിൽ പൊടിച്ചെടുത്താൽ 3/4 കപ്പ് പഞ്ചസാര ആവട്ടെ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പ്, ഇവ കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇനി വിക്സ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സാക്കി വെക്കണം കേട്ടോ. മിക്സാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പാല് കുറവാണെന്ന് തോന്നിയാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ചോക്ലേറ്റ്, ഒരു ഡാർക്ക് ആൽമണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് മതി. ഇനി നമ്മളെ അപ്പച്ചട്ടി ഉണ്ടല്ലോ, അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് താത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് താത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് കവറാവുന്ന രീതിയിൽ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ ഫ്ലെയിം കത്തിക്കാൻ പോകുന്നത്. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ബാക്കിയുള്ള മാവ് നമ്മൾ അടച്ച് വെച്ച് കവർ ചെയ്യട്ടോ. ഇനി അതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും കേട്ടോ, പൊങ്ങി വരിക. ഇനി നമ്മൾ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 7-8 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ഒരു 2 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഒരു കേക്കാട്ടോ. ഇനി ഞാനിതാ അടുത്ത ബാച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ബാച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ടാവും കേട്ടോ. 3 ബാച്ച് ഒഴിച്ച് കൊടുക്കാനുള്ള മാവുണ്ടാവും. നമ്മളെടുത്തിട്ടുള്ള ബാറ്ററിനനുസരിച്ച് 3 കപ്പ് പ്രാവശ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവും. ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടാ. ഞാനിതിന് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ അതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത ചോക്ലേറ്റൊക്കെ അലിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് മെൽറ്റായി വന്ന രീതിയിലുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.